ബോച്ച ഡബിൾ മീനിങ് പറയണ ഒരു വ്യക്തിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഈ പറയണ ഹണി റോസ് ബോച്ചയുടെ 3 സ്ഥാപനങ്ങൾ ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഇനാഗുറേഷൻ തന്നെ ഏകദേശം നല്ല രീതിയിലുള്ള ഡബിൾ മീനിങ് ഈ ബോച്ച പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഹണി റോസിന് വ്യക്തമായിട്ട് അറിയായിരിക്കും. അറിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും എന്തിനാണ് രണ്ടാമത് ഇനാഗുറേഷന് പോണത്? അപ്പോൾ ഏത് ഇനാഗുറേഷന് പോയപ്പോഴാണ് ബോച്ച ഈ പറഞ്ഞ മാതിരി കുന്തി ദേവി എന്നുള്ള ആ ഒരു ലൈംഗിക പരാമർശം നടത്തി എന്ന് ഹണി റോസ് അവകാശപ്പെടുന്ന ആ ഒരു വാക്ക് എപ്പോഴാണ് ഉച്ചരിച്ചത്? ഏത് ഇനാഗുറേഷനാണെന്ന് നമുക്കറിയില്ല, വ്യക്തമല്ല. എന്തായാലും ഈ പറഞ്ഞ മാതിരി ബോച്ചനെ 6 ദിവസമാണ് റിമാൻഡിൽ പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ പുള്ളിക്കാരന് ജാമ്യം കിട്ടിയെങ്കിലും പുള്ളിക്കാരൻ ആ ഒരു ജാമ്യം ഇന്നത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്തിട്ട് നാളെ ഇനി പുറത്തിറങ്ങോ ഇല്ലയോ എന്ന് അത് ബോച്ചയുടെ തീരുമാനമാണ്, നമുക്കറിയില്ല. എന്തായാലും ഹണി റോസിന് നല്ല രീതിയിലുള്ള നെഗറ്റീവ് തന്നെയാവും ഇനി പുറത്ത് വന്നാൽ കിട്ടാൻ പോണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാപ്പിൽ ഒതുങ്ങേണ്ട ഒരു കേസാണ്. ബോച്ചയാണെങ്കിലും മാപ്പ് പറയാമെന്ന് പരസ്യമായിട്ട് ആ ഒരു ഓൺലൈൻ മീഡിയയിലൊക്കെ വന്നിട്ട് പറയുകയും ചെയ്തിട്ടാണ്. ഹണി റോസിന് അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പുള്ളിക്കാരൻ അതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഞാൻ വെടിയെന്നല്ലല്ലോ ഉദ്ദേശിച്ചത്, ഞാൻ നടിയെന്നല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ പറയണ മാതിരി ഡബിൾ മീനിങ് ആയിട്ട് പുള്ളിക്കാരൻ പല ആളുകളോടും പല രീതിയിൽ സംസാരിച്ചു. അതിപ്പോൾ ആണെന്നില്ല പെണ്ണെന്നില്ല, ഏത് രീതിയിലും പുള്ളിക്കാരൻ ഡബിൾ മീനിങ് പറയും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി കുറേ ആളുകൾ ബോച്ചനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. എത്രയൊക്കെ സപ്പോർട്ട് ചെയ്താലും ബോച്ച പറയുന്ന ഡബിൾ മീനിങ് അത്ര നല്ലതൊന്നുമല്ല. പല ആളുകളെയും ധനമായിട്ടും എല്ലാ രീതിയിലും സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ബോച്ച. ഓക്കെ, എന്നിരുന്നാലും ഡബിൾ മീനിങ് ഇങ്ങനെ തരം താന്ന രീതിയിൽ പറയണത് അത്ര നല്ല ഏർപ്പാടൊന്നുമില്ല. അത് ഹണി റോസിൻ്റെ വസ്ത്രധാരണേനെ മാത്രമേ, ഹണി റോസിൻ്റെ ആ ഒരു നിങ്ങൾക്കറിയില്ല നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു നെഗറ്റീവിനെ അത്രയും മാത്രം ജനങ്ങൾ വെറുക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷെ ബോച്ചയോട് ഇത്രയും മാത്രം സപ്പോർട്ട് ജനങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നിക്കണം. അല്ലെങ്കിൽ ബോച്ചയ്ക്കും നെഗറ്റീവ് നല്ല രീതിയിൽ വരും, അതിൽ യാതൊരു സംശയമൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.